ഹലോ മൈ ഗായ്സ്, എന്തെല്ലാം സുഖല്ലേ? അന്നപ്പോ എന്താന്ന് വെച്ചാൽ പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും കളിയുള്ള ദിവസമാണ്. പിന്നെ ഏഷ്യൻ കളി നടക്കുന്ന ദുബായി തന്നെയാണ്. അന്ന് കളി കാണാൻ സ്റ്റേഡിയത്തിൽ പോകാനൊക്കെ പൂതിയുണ്ട്. പക്ഷേ ടിക്കറ്റ് പ്രൈസ് രാവിലെ തന്നെ നോക്കിയാൽ 360 റംസാണ്. പിന്നെ ഒന്നും നോക്കില്ല, പൂതി മാറി കീശെല്ലാം കെട്ടിച്ച്. പിന്നെ നമുക്ക് ഇവിടെ കാണാനുള്ള സജ്ജീകരണം കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല സ്ക്രീനും കാര്യങ്ങളെല്ലാം അല്ലേ. ഇതുകൊണ്ട് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ അത് കാണുന്നത് നമ്മൾ പുറത്ത് പോയിട്ടാണ്. പിന്നെ അറിഞ്ഞ കൂടെ ഉള്ള സാധിക്കാണ് ഒന്നിൽ ആശാൻ കട്ടേക്ക് കൂടെ ഉണ്ട്. എന്നാൽ ആശാന്റെ കുറച്ച് ഡയലോഗ് ഉണ്ട്. സംഗതിയാണ് നമ്മളെ ഫോണിന്റെ ക്യാമറന്റെ പവറാണ്. നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രായം ഉണ്ടാവും, പക്ഷെ 10-45 വയസ്സുണ്ട്. കണ്ടാൽ 25 തോന്നുന്നു. അതാണ് നമ്മളെ പ്രത്യേകത. ഏതായാലും മൂപ്പരെ പ്രായമല്ലേ, മൂപ്പര് കളിക്കേണ്ട പ്രായത്തിൽ കളിക്കട്ടെ എന്ന്. സംഗതി നമ്മൾ തിരിച്ചു വന്നു നോക്കുന്നേരം കളി ഏതായാലും ഇന്ത്യ അങ്ങ് തൂക്കിയിരിക്കുന്നു. കപ്പ് ഇന്ത്യ തൂക്കി, പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ചെക്കന്മാരുണ്ടായിരുന്നു പാകിസ്ഥാൻ പട്ടാണി കളി കാണാൻ. കളി കൊണ്ട് ജയിച്ചു നോക്കുമ്പോൾ ഇവരൊക്കെ ഒളിച്ചിക്ക് ഏതോ മാളത്തിൽ കയറി ഒളിച്ചാന്. സംഗതി ചെറുതിനൊക്കെ സെലിബ്രേഷൻ കണ്ടിട്ട് പട്ടാണിൽ കയറി ഒളിച്ചാന് ഏട്ടാ പോയ നോൽക്കും കൂട്ടി ഓർമ്മയില്ല. അതാണ് ഗൈസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ, മലയാളികളെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. സംഗതി ഞാനൊരു ഇന്ത്യക്കാരനായിട്ട് പറയല്ല, സംഗതി കളി പൊളി കളിയാണ്, പവറായിരുന്നു. ഏതറിയോ പിന്നെ വെച്ചാൽ കളി കാണാൻ വന്ന പട്ടാണികളൊക്കെ ഓടിച്ച് യജാതി സെലിബ്രേഷൻ കാര്യമാണ്, മജ ആയിരുന്നു. ഹലോ ഗൈസ്, എന്നപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി നാളെ.